പച്ചയും വെള്ളയും മാത്രമണിഞ്ഞ ചിത്തിരപ്പൂക്കളം പോലെ ഇഞ്ചിത്തൈര് ഓണസദ്യയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഹൃദ്യമായ മണവും രുചിയുമുള്ള ഇഞ്ചിത്തൈരിന് പുതിയ ഇഞ്ചിയാണ് നല്ലത്, അധികം മൂക്കാത്തത്. കടുനാളുകളൊക്കെ കണക്കിലെടുത്ത് മുത്തശ്ശി ചില പൊടിക്കൈ പ്രയോഗങ്ങൾ ചെയ്തിടാറുണ്ട്. കൃഷിക്ക് ശേഷം ബാക്കി വരുന്ന വിത്തിഞ്ചി അവിടെയും ഇവിടെയുമായി നട്ടുവയ്ക്കും. ഇഞ്ചിക്കൃഷിയുടെ ഭാഗമല്ലാത്ത ഇഞ്ചിക്കൃഷി. കൃഷി പോലെയല്ലാതെ അവ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. മൂടോടെ പറിക്കാതിരുന്നാൽ അത് വളർന്നുകൊണ്ടേയിരിക്കും. പുതിയതോ പഴയതോ ഒക്കെ അതിൽ നിന്ന് പറിച്ചെടുക്കാം. ഇങ്ങനെ മാന്തി വേണ്ടത്ര വലിപ്പത്തിൽ ഒടിച്ചെടുത്താൽ മതി. മുത്തശ്ശി ഇഞ്ചി മാന്തി എടുക്കുന്നത് ആസ്വദിച്ച് ഭൂമിയുടെ ഒരു അവകാശി. ഭൂകാണ്ഡമായ ഇഞ്ചി ഭൂമിക്ക് സമാന്തരമായി വളർന്നു വരും. കുറച്ചു ഭാഗം ഒടിച്ചെടുത്താലും ബാക്കി അവിടെ കിടന്ന് അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. എക്കാലത്തും പറിച്ചെടുക്കത്തക്ക വിധം അതവിടെ തയ്യാറായി കിടക്കും. മഹാൌഷധി എന്ന് പേരുകേട്ട ഇഞ്ചിയുടെ മണവും രുചിയും ഗുണവും കൂടി കണക്കിലെടുത്താണ് സദ്യയിൽ ഇഞ്ചിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇഞ്ചിയില്ലാതെ സദ്യയില്ലല്ലോ. ഇഞ്ചിക്കറിക്കും ഇഞ്ചിത്തൈരിനും ഇഞ്ചി വേണം. പായസത്തിലും ശർക്കര ഉരുട്ടിയിലും ചുക്കിൻ്റെ രൂപത്തിൽ ഇഞ്ചി എത്തണം. ആഹാരമാണ് ഔഷധം എന്ന ശാസ്ത്രം. ഇഞ്ചിയുടെ മണ്ണ് കഴുകി തൊലി ചുരണ്ടി വീണ്ടും കഴുകി അരിയൻ പലകയിലിരുത്തി മൂർച്ചയുള്ള കത്തി കൊണ്ട് വട്ടത്തിൽ മുറിച്ചു, നീളത്തിൽ മുറിച്ചു, നരുമുരു നരിഞ്ഞെടുത്തു. പേരിൽ തന്നെ ഉണ്ട് ഇഞ്ചിത്തൈരിൻ്റെ പ്രധാന ചേരുവകൾ: ഇഞ്ചിയും തൈരും. പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും മാത്രമേ അതുകൂടാതെ ഞങ്ങൾ ചേർക്കാറുള്ളൂ. തേങ്ങ അരച്ചു ചേർത്തും കടുക് വറുത്തും ഈ ലളിതനെ സങ്കീർണനാക്കാനും കഴിയും. ഓണവിഭവങ്ങളിൽ ഏറ്റവും എളുപ്പമുണ്ടാക്കാവുന്ന വിഭവം ഇഞ്ചിത്തൈര്. ഏറ്റവും രുചിയും ഗുണവുമുള്ളതും ഇഞ്ചിത്തൈര് തന്നെ. വളരെ ലളിതൻ, പരമസാത്വികൻ. നരിഞ്ഞ ഇഞ്ചിയെ കത്തി തന്നെ പൊക്കിയെടുത്തൊരു ചട്ടിയിലാക്കി. പച്ചമുളക് വട്ടത്തിൽ മുറിച്ചു, ചെറുതായി ഒന്ന് കൊത്തിയരിഞ്ഞു. കറിവേപ്പില ഇറുത്തെടുത്തു. പച്ചമുളകും കറിവേപ്പിലയും കൂടി ചട്ടിയിലെത്തി. എല്ലാറ്റിനും മീതെ ഉപ്പുകല്ല് വിതറി കൂട്ടിച്ചേർത്തിളക്കി മൂടി വെച്ചു. ചെറു കഷണങ്ങൾക്കുള്ളിലേക്ക് ഉപ്പ് കയറി. കറിവേപ്പിലയുടെ നറുമണവും പച്ചമുളകിൻ്റെ എരിവും മണവും ഒക്കെ ഇഞ്ചിയിലേക്കും ഇഞ്ചിയുടേതെല്ലാം തിരിച്ചും പടർന്നു കയറി. അങ്ങനെ എല്ലാ കഷണങ്ങൾക്കും എല്ലാം കിട്ടി. കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു സാമൂഹ്യ ശാസ്ത്രം. ഇഞ്ചിക്കൂട്ടിന് കട്ടത്തൈരാൽ അഭിഷേകം. കട്ടത്തൈരൊഴിച്ച് ഇളക്കി ചേർത്തു. തൈരിൻ്റെ പുളിരസവും ഇഞ്ചി കൂട്ടുകാരും കൂടി സൃഷ്ടിച്ചെടുത്ത പുതുരസവും കൂടി ഒരുമിച്ചപ്പോഴുള്ള പുതുപുത്തൻ രുചിയിൽ ഇഞ്ചിത്തൈര്. കഴിക്കുന്നതെന്തും വേണ്ട പോലെ ദഹിപ്പിച്ചു കളയാം എന്ന ഉദ്ദേശ്യത്തോടെ സദ്യയ്ക്കുള്ള ഇഞ്ചിത്തൈര്. പച്ചയും വെള്ളയും മാത്രം അണിഞ്ഞ ചിത്തിരപ്പൂക്കളം പോലെ ഇഞ്ചിത്തൈര് ഓണസദ്യയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു.